വ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മലബാറുകാരുടെ സ്വന്തം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മലബാറുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസിപ്പി കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ ഒരുപാട് താമസിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പൊ ദേ മലബാറുകാരുടെ സ്വന്തം സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുമേക്ക അല്ലെങ്കിൽ കടുക്ക എന്ന് പറയും. ആ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കല്ലുമേക്ക റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടും ഉള്ള ഒരു ഐറ്റമാണ്. ഒരുപാട് ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എനിക്കിവിടെ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ തോട് പൊളിച്ചിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ കക്കയുടെ കുറച്ച് വലിയ ടൈപ്പിലായിരിക്കും ഇത് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ നമ്മൾ കക്ക സാധാരണ തോടോടെ കിട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ തോട് നമുക്ക് ഇളകി വരും. അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് തോടില്ലാത്തതുകൊണ്ട് അത് കാണിച്ചു തരാൻ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്കിവിടെ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതേ ഞാൻ നിങ്ങളെ അതൊന്ന് അടുത്ത് കാണിക്കാൻ കണ്ട ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് കളയണം. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു സാധനം ഉണ്ടാവും നമ്മൾ തോടോടെ കിട്ടുമ്പോൾ. പക്ഷെ എനിക്കിതൊക്കെ ക്ലീൻഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ ഒരു സാധനം ഇതിനകത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു കത്രിക വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റിയാൽ മതി. എൻ്റെ സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കാനായിട്ട് എനിക്ക് ട്രൈപോഡ് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പം ഞാൻ സിങ്കിൻ്റെ അടുത്ത് പോയി ബാക്കിയെല്ലാം ആ ഒരു സാധനം, അതായത് ഇപ്പം ഞാൻ ഈ കാണിച്ചല്ലോ, ഈ ഇളക്കി കളഞ്ഞ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം അകത്തുനിന്ന് അത് ഇതേപോലെ നമുക്ക് എല്ലാം ഇളക്കി എടുത്തിട്ട് വരാം. ഇത് നമ്മൾ ഫുള്ള് കല്ലുമേക്കായും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം ഇത് 400 ഗ്രാം ആണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള മസാലകൾ തയ്യാറാക്കാം. 3/4 സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനിയിപ്പോൾ ഒരു 1/4 സ്പൂൺ അളവിൽ ഞാൻ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്നുണ്ട്. ആ ഒരു സമയത്ത് 1/4 സ്പൂണും കൂടെ ആഡ് ചെയ്യുവേ. 1/2 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കാരണം ഇത് ചിലപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് എണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മസാല ഒന്ന് നമുക്ക് നന്നായിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. നമുക്ക് ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കല്ലുമേക്ക എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളത്തോടെ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യാനല്ലേ. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എണ്ണമയം ഉണ്ടെങ്കിൽ ഓയിലുമായിട്ട് ആകുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്തും അതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഇത് ഇനിയിപ്പോൾ നന്നായിട്ട് മുളകും ഒക്കെ നന്നായിട്ട് മസാലകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞ് നമുക്ക് വെക്കുക. 1-2 മണിക്കൂർ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ എന്തായാലും മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ അതേ നമ്മൾ കല്ലുമേക്ക റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു 1.5 അളവിൽ സവാള എടുത്തിട്ടുണ്ട്. സവാള ഇങ്ങനെ കുഞ്ഞായിട്ട് സ്ലൈസായിട്ട് അരിച്ചിട്ട് ഇച്ചിരി പിരിത്തിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് തോന്നുന്നത്. അത്യാവശ്യം വലിയ സവാള ആണെങ്കിൽ ഒറ്റ സവാള എടുത്താൽ മതി. പിന്നെ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഓൾറെഡി നമ്മളിത് റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഭാഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, 1/2 സ്പൂണ്. അപ്പോൾ അതിൻ്റെ ബാക്കി 1/2 സ്പൂണാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാനിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ചൂടടിക്കുമ്പോൾ ആ എണ്ണ ഇറങ്ങാൻ തുടങ്ങും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് അത്യാവശ്യം എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ഓയിലും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് വേവിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് എടുക്കാം. കാരണം പിന്നെ നമ്മളിത് സവാളയിലിട്ടിട്ട് നമുക്കിത് വഴറ്റിയും കൂടെ എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് നമ്മൾ വെന്ത് അങ്ങനെ, അതായത് ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. അത്യാവശ്യം ഒന്ന് വെന്തിട്ട് നമുക്ക് ആ ഒരു സമയത്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഒരു സൈഡ് വെന്ത്, അതായത് അത്യാവശ്യം ഒന്ന് നമുക്കത് മൂത്ത് വരട്ടെ. എന്നിട്ട് ഇത് മൂക്കുന്നതിനനുസരിച്ച് ഓരോന്ന് ഇതേപോലെ
തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഫുള്ളും ഞാൻ തിരിച്ചിട്ട്, കാരണം ഇത് ഫുള്ള് തിരിച്ചിട്ട് കാണിക്കാൻ എന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവേ. ഇതെല്ലാം ഞാൻ ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കല്ലുമേക്കായൊക്കെ ഇവിടെ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1.5 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതേ നമുക്ക് 1 സ്പൂൺ അളവിൽ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും തക്കാളിയും സവാളയും കൂടെ ഒന്നിച്ചിട്ട് ഞാൻ വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യാതെ മതി, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നിച്ചിട്ട് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുക. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമുക്ക് സവാള ഒന്ന് വാടിക്കിട്ടാൻ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. പിന്നെ നമ്മുടെ സവാളയൊക്കെ വഴണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാക്കി മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ. ഒരുപാട് ഏരിയുള്ള മുളക് പൊടിയല്ല ഇട്ടിട്ടുള്ളത്. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ അളവ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. അപ്പം നമ്മളത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കല്ലുമേക്കായ ഇതിലേക്ക് ആഡ് ചെയ്യാം. റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അതും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് സവാളയിലും അതുപോലെ കല്ലുമേക്കായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ലേശം അളവിൽ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലേശം മിനിറ്റ് തീ കുറച്ച് വളരെ സിമ്മിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ കല്ലുമേക്കായും അതേപോലെ റോസ്റ്റിൻ്റെ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ കല്ലുമേക്ക റോസ്റ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കല്ലുമേക്കയാണ്. ഇത്തിരി കഴിച്ച് നോക്കിയിട്ട് തന്നെ എന്നാ ടേസ്റ്റാണെന്നറിയാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നിങ്ങളെ ഒന്ന് അടുത്ത് കാണിക്കാം. ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കല്ലുമേക്ക റോസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റോസ്റ്റാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പം ഇനിയും ഞാൻ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.